എല്ലാവർക്കും നമസ്കാരം. PSC ബൈ തീവ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജോഗ്രഫിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LDC, LGS, 10th ലെവൽ പ്രിലിംസ് പോലെയുള്ള എക്സാമുകൾക്ക് ആവശ്യമായ 25 ഇമ്പോർട്ടൻറ്റ് GK ക്വസ്റ്റ്യൻസ്, ജോഗ്രഫിയിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വര. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് കുളു താഴ്വര. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ്. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഖത്തർ. 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഖത്തർ. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഡൽഹി. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഡൽഹി. 2024 ഫെബ്രുവരിയിൽ ISRO ബഹിരാകാശത്തു നിന്ന് കൃത്യതയോടെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഭൂമിയിൽ തിരിച്ചിറക്കിയ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2. 2024 ഫെബ്രുവരിയിൽ ISRO ബഹിരാകാശത്തു നിന്ന് കൃത്യതയോടെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഭൂമിയിൽ തിരിച്ചിറക്കിയ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി രാജസ്ഥാൻ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി രാജസ്ഥാൻ. ദാൽഫ, മിറി, മിഷ്മി, അബോർ എന്നീ മലകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര സിവാലിക്. ദാൽഫ, മിറി, മിഷ്മി, അബോർ എന്നീ മലകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര സിവാലിക്. കാശ്മീർ പ്രദേശത്ത് ഹിമാലയത്തിൻ്റെ ഏകദേശ വീതി 400 കിലോമീറ്റർ. കാശ്മീർ പ്രദേശത്ത് ഹിമാലയത്തിൻ്റെ ഏകദേശ വീതി 400 കിലോമീറ്റർ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഹിമാദ്രി മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഹിമാദ്രി മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ദയാമിർ, പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം നങ്ക പർവ്വതം. ദയാമിർ എന്ന അറിയപ്പെടുന്ന പർവ്വതം നങ്ക പർവ്വതം. ഹിമാലയം എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു? 11. ഹിമാലയം എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു? 11. ഹിമാലയ പർവ്വതനിരയുടെ നീളം 2400 കിലോമീറ്റർ. ഹിമാലയ പർവ്വതനിരയുടെ നീളം 2400 കിലോമീറ്റർ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ സ്പാർക്ക്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ സ്പാർക്ക്. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷൻ 66E. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 66E. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൺ. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൺ. ജൂൺ മുതൽ ഡിസംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഖാരിഫ്. ജൂൺ മുതൽ ഡിസംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഖാരിഫ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം മലവെള്ളപ്പാച്ചിൽ. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോൺക്രീറ്റ് അണക്കെട്ട് മാട്ടുപ്പെട്ടി. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോൺക്രീറ്റ് അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി. ഇന്ത്യയിലെ ശീതമരുഭൂമി ലഡാക്ക്. ഇന്ത്യയിലെ ശീതമരുഭൂമി ലഡാക്ക്. കേരളത്തിലെ ആദ്യ സാക്ഷരതാ നഗരം കോഴിക്കോട്. കേരളത്തിലെ ആദ്യ സാക്ഷരതാ നഗരം കോഴിക്കോട്. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള സ്ഥലം ദ്രാസ്. ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ് ദ്രാസ്. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരം. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരം. കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചുണ്ടേൽ. കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചുണ്ടേൽ. പാതിരാസൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഹമ്മർഫെറ്റ്. പാതിരാസൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഹമ്മർഫെറ്റ്. അപ്പോൾ ഇത്രയാണ് 25 പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള. അപ്പം ഈ 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഘട്ടം 10th ലെവൽ പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് പോവുക. നിങ്ങൾക്കിത് ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക,
കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.